ഇത് ബിർള മന്ദിർ. തെലങ്കാനയിലെ ഹൈദരാബാദിൽ 85 മീറ്റർ ഉയരമുള്ള കാലാ മലയ്ക്ക് മുകളിലാണ് ഈ ക്ഷേത്രം. 13 ഏക്കർ സ്ഥലത്ത് 10 വർഷം കൊണ്ട് രാജസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത വെള്ള മാർബിളിൽ പൂർണ്ണമായും പണികഴിപ്പിച്ച ഈ ക്ഷേത്രം 1976-ൽ രാമകൃഷ്ണ മിഷന്റെ സ്വാമി രംഗനാഥാനന്ദയാണ് തുറന്നുകൊടുത്തത്. ബിർള ഫൗണ്ടേഷനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ശ്രീ വെങ്കടേശ്വരനാണ് പ്രധാന ആരാധനാമൂർത്തി. ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരുമുറ്റത്ത് വെച്ച് നമുക്ക് ഹൈദരാബാദിലെ ഹുസൈൻ സാഗറും ബുദ്ധ സ്റ്റാച്യുവും തെലങ്കാന സെക്രട്ടേറിയറ്റും അംബേദ്കർ പ്രതിമയും തെലങ്കാന മർട്ടിയേഴ്സ് മെമ്മോറിയൽ ഹാളും ഒറ്റ ഫ്രെയിമിൽ കാണാം. വിദൂരതയിൽ ആ മനോഹര ദൃശ്യങ്ങൾ കൂടി ആസ്വദിക്കാം. ഇത് തെലങ്കാന സെക്രട്ടേറിയറ്റ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ തെലങ്കാന സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്നു. 2023 മെയ് 1 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് കൂടിയാണിത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് 125 അടി ഉയരത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച അംബേദ്കർ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹുസൈൻ സാഗർ തടാകം. 1562-ൽ ഹസ്രത്ത് ഹുസൈൻ ഷാ വാലി നിർമ്മിച്ച മനുഷ്യനിർമ്മിത തടാകമാണിത്. 5.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ചുറ്റപ്പെട്ടിട്ടുള്ള തടാകത്തിന് 32 അടി വരെ ആഴവുമുണ്ട്. തെലങ്കാന അമരജ്യോതി അഥവാ അമരവീരുല സ്തൂപം 1969-ൽ പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനു വേണ്ടി പോരാടി മരിച്ച 369 വിദ്യാർത്ഥികളുടെ സ്മരണ കുടീരം കൂടിയാണിത്. ലുംബിനി പാർക്കിനടുത്തുള്ള ഹുസൈൻ സാഗർ ബോട്ടിംഗ് പോയിന്റിൽ നിന്നും ബോട്ടിംഗ് തുടങ്ങി യാത്ര നേരെ പോകുന്നത് തടാകത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജിബ്രാൾട്ടർ പാറയിൽ സ്ഥാപിച്ച 18 മീറ്റർ ഉയരമുള്ള ഗൗതമബുദ്ധ സ്റ്റാച്യുവിന്റെ അടുത്തേക്കാണ്. വിവിധ നിറങ്ങളിലുള്ള പ്രകാശം ബുദ്ധപ്രതിമയിൽ വിതറി കാഴ്ച വളരെ മനോഹരമായി തീർത്തിരിക്കുന്നു. തടാകത്തിന്റെ മധ്യത്തിലായതുകൊണ്ടുതന്നെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ അകലങ്ങളിൽ അംബേദ്കർ പ്രതിമയും തെലങ്കാന സെക്രട്ടേറിയറ്റും അമർജ്യോതിയും പ്രകാശപൂരിതമായി കാണാം.